ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു റിയാര. നമുക്ക് ഇന്ന് ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ബിരിയാണി 6 പേർക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് 1 കിലോ ചിക്കൻ എടുക്കാം. ചിക്കൻ ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ മുറിക്കാം. അതോടൊപ്പം 1.5 കപ്പ് അരി, ജീരകശാല അരി എടുക്കാം. പിന്നെ 7 സവാള, പുതിയനയിലയും മല്ലിയിലയും മുറിച്ചത്, മസാലക്കൂട്ട്, ഏലക്ക പൊടിച്ചെടുത്തത്, കറുവപ്പട്ട, ജീരകം, ജാതിപത്രി, ജാതിക്ക ചെറുതായിട്ട് പൊടിച്ചിട്ടത്, കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, നാരങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്, നെയ്യ്. മസാലക്കൂട്ടായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇവിടെ ഗരം മസാല ഞാൻ ഇവിടെ തന്നെ പൊടിച്ചതാണ്. കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല നമുക്ക് 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, മഞ്ഞപ്പൊടി 1 ചെറിയ ടീസ്പൂൺ. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായി നമുക്കൊരു കടായി എടുക്കാം. കടായിയിലോട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക്, ഇപ്പോൾ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സിയിലിട്ട് അടിച്ചതും ഇട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതോടൊപ്പം 1 നാരങ്ങ പിഴിഞ്ഞു ഒഴിക്കാം. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചേക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലല്ല, ഒരു ചെറിയ ഉടഞ്ഞ പരുവത്തിലായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതോടൊപ്പം നമ്മുടെ മസാലക്കൂട്ട് ഇതിലേക്ക് ഇടുകയാണ്. ഇപ്പൊ നമ്മുടെ മസാലക്കൂട്ട് ഇട്ട് കഴിഞ്ഞു. അതിലോട്ട് നമുക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, 1 നാരങ്ങ, അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം. നമ്മൾ ഇതിലോട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. നമ്മളിപ്പോൾ ഏകദേശം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഏകദേശം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്തിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരിക്ക് അതായത് ചോറിന് വേണ്ടി, ബിരിയാണി ചോറിന് വേണ്ടിയുള്ള പരിപാടികൾ നോക്കാം. അപ്പോൾ അരി കഴുകി അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. നമ്മളിപ്പോ അരി കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സവാളയെല്ലാം അരിഞ്ഞ് വറുക്കാനായിട്ട് റെഡിയാക്കാം. നമ്മളിപ്പോ ഏകദേശം സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതാകുമ്പോഴത്തേക്കും വറുക്കാനായിട്ട് എളുപ്പമായിരിക്കും. നമുക്കിപ്പോ സവാള വറുത്തെടുക്കാം. അതിനായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ അതിലോട്ട് ഒഴിക്കാം. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ സവാള അതിലേക്ക് ഇടാം. നമ്മൾ സവാള ഇട്ടിട്ടുണ്ട്. സവാള എളുപ്പത്തിൽ വഴന്നു കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഒരു സ്വല്പം ഉപ്പും ഒരു തരി പഞ്ചസാരയും ഇടാം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പഞ്ചസാര തരി നമ്മൾ ഇടുന്നത് സവാള നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സവാള ഏകദേശം ഒന്ന് വഴന്നു വരുന്നുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കാരണം അല്ലെങ്കിൽ പല സ്ഥലത്തും അത് കരിഞ്ഞിരിക്കും. ഏകദേശം സവാള ഒരു ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട്. കുറച്ചു നേരം കൂടി 2 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. സവാള കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കശുവണ്ടി വറുക്കാനൊക്കെ ഇടാം. നമ്മൾ കശുവണ്ടി ഇട്ടിട്ടുണ്ട്. നമുക്ക് അതും ഇളക്കി കൊടുക്കാം. അതൊരു ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്ക് കശുവണ്ടി കോരി മാറ്റാം. കശുവണ്ടി ഏകദേശം ബ്രൗൺ നിറമാവുന്നുണ്ട്. അപ്പോൾ നമുക്കത് കോരി മാറ്റി. നമ്മളിപ്പോൾ കശുവണ്ടി കോരി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി കശുവണ്ടി കോരി മാറ്റി നമുക്ക് ഇനി മുന്തിരി വറുത്തെടുക്കാം. നമുക്ക് ഈ സമയത്ത് വേഗം ബിരിയാണി ചോറ് വേവിച്ചെടുക്കാം. അതിനായി കടായിൽ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലോട്ട് മസാലക്കൂട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ട, കറയാമ്പ്, ഏലക്ക, കുരുമുളക്, തക്കോലം എല്ലാം കൂടി ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റാം. മസാലക്കൂട്ട് ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ജീരകശാല അരി അതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ അരി ഇളക്കി കൊടുക്കുമ്പോൾ നല്ല നെയ്യുടെ മണവും ജീരകശാല അരിയുടെ മണവും നല്ലൊരു ബിരിയാണിയുടെ മണം വരുന്നുണ്ട്.
ഇപ്പൊ ഏകദേശം നെയ്യോ മസാലക്കൂട്ടിന്റെ ടേസ്റ്റ് എല്ലാം അരിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. വെള്ളത്തിന്റെ അളവ് നല്ലത് നമ്മൾ എടുക്കുന്ന ഏത് കപ്പാണോ അതിന്റെ 1.5 കപ്പ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ കപ്പാണ്, വലിയ കപ്പ് അരിയാണ്. അതുകൊണ്ട് ഞാൻ 1.5 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കണേന്. ഞാനിപ്പോ ഏകദേശം 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാൻ വെള്ളത്തിന്റെ അകത്ത് ഉപ്പിട്ടാണ് തിളപ്പിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാവുന്നതാണ്. ഇതിന്റെ ഒപ്പം നമുക്ക് ഒരു ചെറുനാരങ്ങ മുറിച്ച് നീര് അതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി തിളക്കുന്ന വരെ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിക്കാം. ഇപ്പൊ നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യമുള്ളവർക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിടാം. അതോടൊപ്പം തന്നെ ബിരിയാണിയുടെ എസൻസ് ഒഴിക്കാവുന്നതാണ്. ഇവിടെ അത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ അത് ഇടുന്നില്ല. ഇപ്പൊ നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിമ്മിലേക്ക് ആക്കിയിട്ട് മൂടി വെക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ബിരിയാണി അരിയുടെ മണം വരുന്നുണ്ട്. ഏകദേശം വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ദമ്മിട്ട് കൂട്ടി വെക്കാം. കുറച്ച് അരമണിക്കൂറോളം ഇതിവിടെ ഇരുന്ന് വേകട്ടെ. ഞാനിപ്പോൾ ഏറ്റവും സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ഇതിൽ സിമ്മിലേക്ക് വെച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചിക്കന്റെ പണിയിലോട്ട് തുടങ്ങാം. ഇപ്പോൾ ചോറ് മാറ്റി ചെറിയ അടപ്പിലോട്ട് മാറ്റി ഞാനിപ്പോൾ ഏറ്റവും സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ഇതിൽ സിമ്മിലേക്ക് വെച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ചിക്കന്റെ പണിയിലോട്ട് തുടങ്ങാം. ഇപ്പോൾ ചോറ് മാറ്റി ചെറിയ അടപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് നേരിയ ഫ്ലെയിമില് അവിടെ ഒരു 5 മിനിറ്റ് ഇരുന്ന് വേകട്ടെ. മീൻവൈൽ നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അതിനായി ഞാനൊരു കടായി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും വലിയ കടായി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കടായി ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലോട്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സവാള കുറച്ചധികം ഇട്ടിട്ടുണ്ട്. കാര്യം ഗ്രേവിക്ക് സവാള ആവശ്യമാണ്. സവാളയിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എല്ലായിടത്തോട്ടും ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചു നേരം ഒന്നത് മൂടി വെക്കാം. സവാള നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂടി വെച്ച് മൂടിക്കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒന്ന് സവാള ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ കുറച്ചെടുത്ത് മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കെന്നിട്ട് പതുക്കെ ഇളക്കി കൊടുക്കാം. എല്ലായിടത്തോട്ടും ഒരുപോലെ പിടിപ്പിക്കാം. പച്ചമുളകിന്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഇളക്കിയതിനു ശേഷം നമുക്ക് കുറച്ചു നേരത്തേക്ക് മൂടി വെക്കാം. ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് ചേർക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചത്, കുറച്ച് മുളക് പൊടി കുറച്ച് മതി ആവശ്യത്തിന്. ഓൾറെഡി പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക്. ഏകദേശം സവാളയും ഇഞ്ചിയും വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കുറച്ചു നേരം കൂടി ഒന്ന് മൂടി വെക്കാം. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കാം.
ഏകദേശം മസാലക്കൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള എല്ലാം നല്ല ഇളക്കി ചേർത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചത് അതിലോട്ട് വിതറിയിടാം. മല്ലിയിലയും പുതിനയിലയും നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ചു നേരം അടച്ച് സ്ലോ സിമിലാക്കി വെക്കാം. ഇളക്കി കൊടുക്കാം. ഒത്തിരി ഉടഞ്ഞു പോകരുത്, ഒരു പതുക്കെ ഇളക്കാം. ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിന്റെ മേളിൽ ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമ്മൾ മേലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കണ്ട, കുറച്ചു നേരം സിമ്മിലാക്കിയിട്ട് ഇത് മൂടി തന്നെ വെക്കാം. ഒന്ന് തുറന്ന് നോക്കാം, തക്കാളി വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തക്കാളി ഏകദേശം ചിക്കനുമായിട്ട് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉടഞ്ഞു പോകരുത്. വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി പതുക്കെ അടച്ചു വെക്കാം. നമുക്കിപ്പോ ചിക്കൻ കറിയുടെ മണമൊക്കെ കുറച്ചൊന്ന് പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്കിതിന്റെ പകുതി വേവ് മതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേവൊന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കിയേക്കുക. ഉപ്പ് ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. കുറച്ചും കൂടി ഒന്ന് വെള്ളം പറ്റാനുണ്ട്. ചിക്കൻ ഏകദേശം പകുതി വേവ് ആവുന്നുണ്ട്. അതിലോട്ട് നമുക്ക് യോഗട്ട് 2 സ്പൂൺ ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി ചേർക്കാം. തൈര് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇത്തിരി ഉപ്പ് കുറവായതുകൊണ്ട് സ്വല്പം ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറി എങ്ങനെയായെന്ന് നോക്കാം. ഏകദേശം നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഇളക്കേണ്ട ആവശ്യമൊന്നും തോന്നണില്ല. ഇനി കുറച്ചു നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് കുറച്ച് ഗ്രേവി ഒന്ന് വറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ കറി ഏകദേശം നന്നായിട്ട് ആവശ്യത്തിനുള്ള വറ്റിയിട്ടുണ്ട്. നമുക്ക് കറി ഓഫ് ചെയ്ത് വെക്കാം. ബിരിയാണി അരിയുടെ വേവ് എന്തോരമായി അല്ലെങ്കിൽ ചോറ് വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചോറ് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇളക്കി നോക്കട്ടെ. ബിരിയാണി അരി നല്ല ഒന്നൊന്നായിട്ട് വിട്ടിരിപ്പുണ്ട്. തുറക്കുമ്പോഴേ നല്ല ബിരിയാണിയുടെ മണം വരുന്നുണ്ട്. നമുക്കിനി ദമ്മിടാനായിട്ട് നോക്കാം. നമുക്കിനി ദമ്മിടാൻ വേണ്ടി നോക്കാം. അതിനായി ചെറിയ ഒരു അടപ്പില് നമ്മുടെ പാത്രം വെക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് കറി ഇട്ട് കൊടുക്കാം. നമ്മൾ അടിയിലേക്ക് കറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മേളിലോട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. നമ്മൾ കറിയുടെ മേളിലോട്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ചോറിന്റെ മേളില് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാളയും കശുവണ്ടിയും ഞാൻ കുറച്ച് പുതിയനയിലയും കൂടി ഇടും. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. വേണ്ടവർക്ക് പുതിയനയില ഇടാം. അതല്ലെന്നാണെങ്കിൽ കശുവണ്ടിയും സവാള വറുത്തതും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മേളിലോട്ട് നമുക്ക് ബാക്കിയുള്ള ചിക്കൻ കറിയും കൂടി അതിന്റെ മേളിലേക്ക് ഇടാം. നമ്മൾ ചിക്കൻ കറി ബാക്കിയുള്ള ഇട്ടിട്ടുണ്ട്. അതിന്റെ മേലോട്ട് നമുക്ക് ബാക്കിയുള്ള ചോറും ഇടാം. നമ്മൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ചെറിയ ഫ്ലെയിമില് നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പൊ ഫോയിൽ പേപ്പർ വെച്ച് അടച്ച് മൂടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 15 മിനിറ്റോളം നമുക്ക് അടുപ്പത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് തുറന്ന് സെർവ് ദമ്പ് പൊട്ടിക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.